ഈ വർഷം മുതൽ നെഹ്റു ട്രോഫിയിലെ സമ്മാനവും 5 ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സമഗ്ര കവറേജുമായി റിപ്പോർട്ടർ സംഘവും തയ്യാറാണ്. പള്ളാത്തുരുത്തിയിലെ കണ്ണിട്ടിയിലെ ഒരു ചായക്കടയിൽ നിന്ന് വള്ളംകളി വിശേഷങ്ങളുമായി മനീഷ് മഹിവാൾ നമുക്കൊപ്പം ചേരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, മറ്റു വാർത്തകളിലേക്ക് എത്തും മുൻപ് നമുക്ക് പുന്നമടയിലെ ഒരുക്കങ്ങളൊന്ന് കണ്ടുവരാം. മനീഷ് മഹിവാൾ, വെരി ഗുഡ് മോർണിംഗ്. പുന്നമടക്കാർക്കൊക്കെ സുഖമല്ലേ? പള്ളാത്തുരുത്തിക്കാർക്കും എന്താണ്? ഇനി അങ്ങോട്ട് 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. നാളെ ഉച്ചയ്ക്ക് പുന്നമടക്കായലിന് തീ പിടിപ്പിച്ചുകൊണ്ട് 22 ചുണ്ടൻ വള്ളങ്ങൾ ചീരിപ്പായും കൊച്ചുവള്ളങ്ങളുടെ മത്സരങ്ങളുണ്ട്. അങ്ങനെ കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുന്ന നിമിഷമാണ്. എല്ലാത്തിടത്തും ഒരു സന്തോഷത്തിന്റെ നിമിഷമാണ്. അപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞോ കുട്ടനാട്? അതെ അരുൺകുമാർ, എന്താണെങ്കിലും പുന്നമടയും പള്ളാത്തുരുത്തിയൊക്കെ തന്നെ ആളുകളെ വരവേറ്റു തുടങ്ങിക്കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികൾ കാത്തിരിക്കുന്ന 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നമുക്കിപ്പോൾ തെളിഞ്ഞ ആകാശമെന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല. കാരണം ചെറിയ മഴക്കോളൊക്കെ തന്നെ, ചെറിയ മഴക്കാറുണ്ട്. ഇനി മഴ ഇടിച്ചു കുത്തി പെയ്താലും വള്ളംകളിയുടെ ആവേശം ഇടുത്തിയായി ഇവിടെ ഉണ്ടാകുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെ വള്ളംകളി നടക്കുന്നത് പുന്നമടയിലാണെങ്കിലും അതിന്റെ ആവേശത്തിന്റെ തലസ്ഥാനമാണ് പള്ളാത്തുരുത്തിയും കന്നിട്ടയും ചുങ്കും ഒക്കെ. ഇവിടെ ഒരു ചായക്കടയാണ്. ആ ചായക്കടയിൽ രാവിലെ തന്നെ വള്ളംകളിയെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. പള്ളാത്തുരുത്തിയാണോ, യു ബി സി നേരിട്ടില്ലെങ്കിൽ യു ബി സിയുടെ ഫാൻസ് ഉണ്ട്, പുന്നമടയുണ്ട്. ഇനി പോരാഞ്ഞിട്ട് ആലപ്പുഴയ്ക്ക് ജില്ലയ്ക്ക് പുറമേ നിന്ന് 3 ചുണ്ടകൾ, അങ്ങനെ 10 ചുണ്ടൻ വള്ളങ്ങൾ ഇത്തവണ കപ്പ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് എത്തുന്നുള്ള വലിയ പ്രത്യേകത. ഞാൻ നിൽക്കുന്നത് പള്ളാത്തുരുത്തിയുടെ കരയിലാണ്. പള്ളാത്തുരുത്തിക്ക് ഇത്തവണ 2 ചുണ്ടൻ വള്ളങ്ങളിലായി അവർ മത്സരിക്കുന്നുണ്ട്. ആര് കപ്പടിക്കും? നിങ്ങൾ ഏറ്റവും വലിയ എതിരാളി ആരാണ് ഈ പള്ളാത്തുരുത്തിയുടെ? ഏകദേശം 7ഓളം വള്ളങ്ങൾ ഞങ്ങൾക്ക് എതിരാളികളായിട്ടുണ്ട്. കപ്പടിക്കുന്നത് ഞങ്ങൾ തന്നെ ആയിരിക്കും, അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. അതിനുള്ള സകലമാന പ്രിപ്പറേഷനും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നാളെ വൈകുന്നേരം നെഹ്റു ട്രോഫി പുന്നമട കായലിൽ PBCയുടെ പതാകയായിരിക്കും പാറിപ്പറക്കുന്നത്. 5 തവണ നിങ്ങൾ തുടർച്ചയായി കപ്പടിച്ചു. 6ാം തവണ അത് ഡബിൾ ഹാട്രിക് നഷ്ടമായി. എന്തൊക്കെ പോരായ്മയായിരുന്നു? എന്ത് പോരായ്മയായിരിക്കും മാറ്റുക പള്ളാത്തുരുത്തി? കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. ആ പോരായ്മകളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്കുണ്ടായിട്ടുള്ള എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടെത്തിക്കൊണ്ട് അതിന്റെ ആ ഒരു പോരായ്മകളെല്ലാം നികത്തിയാണ് ഞങ്ങൾ ഇത്തവണ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണുള്ളത്. ഇവിടെ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവർക്കും ആവേശമുള്ള സ്ഥലം ഏതാ? ടീം ഏതാ? BBC പള്ളാത്തുരുത്തി. ആരാ ഇഷ്ടപ്പെട്ട തൊഴിലാളിയാരാ? ശർമ്മ, വരുൺ ശർമ്മ. അങ്ങനെ എല്ലാവർക്കും വലിയ ആവേശമുണ്ട്. ഈ ചായക്കടയിൽ എന്താണെങ്കിലും വള്ളംകളിയുടെ തിരക്ക് ഉണ്ടാകുമ്പോൾ ഈ ചായക്കടയിൽ കൂടി തിരക്കുണ്ട്. രാജാക്കട ചായക്കട തൊട്ടടുത്താണ്. ആ ചായക്കടയുടെ മാതൃക പിന്തുടർന്ന് തന്നെ ഇവിടെ ഈ പൊറോട്ടയും ബീഫുമാണ് ഈ കടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. രാവിലെ തന്നെ കടയിൽ നന്നേ തിരക്കുള്ള കടയാണ്. നമുക്ക് ഈ കടയുടെ അകത്തേക്കൊന്ന് പോയിട്ട് വരാം. അതിനു മുമ്പ് ഇവിടുത്തെ ഈ ചേട്ടനോട്, ചേട്ടാ ഈ വള്ളംകളിയായിട്ട് നല്ല തിരക്കായിരിക്കും? തിരക്കാണ്. വള്ളംകളിയൊക്കെ പ്രമാണിച്ചു വരില്ലേ? 4 പൊറോട്ട, 108, എന്താണ് പ്രധാനപ്പെട്ട 108ഉം. ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ പഴംപൊരിയും ബീഫും പൊറോട്ടയും ബീഫുമാണ്. പിന്നെ അങ്ങനെയുള്ള പരിപാടിയാണ് ഇവിടെ. രാവിലെ വെളുപ്പിന് 3 മണി മുതൽ തുടക്കും. അപ്പം 4 രൂപ ബാക്കി ഇങ്ങനെ. അടുക്കള ജസ്റ്റ് ഒന്ന് അടുക്കള കൂടി കണ്ടിട്ട് എന്റെ ബീഫ് കറി കൂടി കണ്ട്, പൊറോട്ട കൂടി കണ്ടിട്ട് ഇതാണ് ഇതിന്റെ അടുക്കള. ഇതിന്റെ ബീഫ്, വേവുന്ന ബീഫാണ്. ഇത് രാജക്കടയിലെ ബീഫിന്റെ മാതൃക പിന്തുടർന്ന അതേ ബീഫും പൊറോട്ടയും പഴംപൊരിയും ഒക്കെ ഉള്ള കടയാണ്. കടയുടെ പുറത്തെ തിരക്കാണ്. അതായത് രാവിലെ ഇത്രയും അധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നു. അതായത് ഈ കടയുടെ മുൻപിൽ ഇത്രയും തിരക്ക്, അതായത് 3 മണിക്ക് തുറക്കുന്ന കടയാണ്. വള്ളംകളിയുടെ ആവേശം എത്തുമ്പോൾ ഈ കടയുടെ ആവേശം കൂടി, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ചർച്ചകൾ, അതിന്റെ ആവേശം കൂടി ഉണ്ട്. ഒരാളുടെ കൂടി പ്രതികരണം നമുക്ക് എന്താണ് ഇപ്രാവശ്യത്തെ ഒരു ആവേശത്തിന്റെ ഇതെന്താണ്? ഇത്തവണ പള്ളാത്തുരുത്തിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഡബിൾ ഹാട്രിക് ആയിരുന്നു മോഹിച്ചു വന്നത്. അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അത് കാരണം ഇത്തവണ തിരിച്ചെങ്ങനെയും പിടിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും ക്ലബിന്റെ ഭാഗത്തു നിന്നും ഭാരവാഹികളും എല്ലാവരും, തൊഴിൽക്കാരെല്ലാം സ്ട്രോങ് ആണ്, എല്ലാം ചെയ്യും. പിന്നെ ഇത്തവണ വളരെയധികം ആവേശമാണ്. കാര്യം സമ്മാനത്തുക ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആലപ്പുഴ ഭരണകൂടം, ഡിസ്ട്രിക്ട് കളക്ടർ എല്ലാത്തിനും ഒന്നിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് റിപ്പോർട്ടറിനാണ് നന്ദി പറയേണ്ടത്. റിപ്പോർട്ടറാണ്, ആലപ്പുഴയിൽ നിന്നുള്ള റിപ്പോർട്ടർമാരാണ് അത് റിപ്പോർട്ട് ചെയ്തത്. അന്യസംസ്ഥാന തൊഴിച്ചിലുകാരുടെ അമിതമായുള്ള ഇതുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് വന്നപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്ട്രിക്ട് കളക്ടർ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാം
അരുൺകുമാർ, ഇത്തവണ കർശന നിയന്ത്രണം കൂടിയുണ്ട്. 25% തുഴച്ചിൽ കയറി ഇതര സംസ്ഥാന തുഴച്ചിലുണ്ടെങ്കിൽ അവർക്ക് ആ വള്ളം, ആ ചുണ്ടൻ വള്ളം ഡിസ്ക്വാളിഫൈ ചെയ്യും. ഒപ്പം തന്നെ കാണികളിലും പാസ് ഇല്ലാതെ വരുന്ന കാടുകളെ ഇത്തവണ കർശനമായി അവരെ നിയന്ത്രിക്കുമെന്നും ജില്ലാ കളക്ടർ ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാളെ നമുക്ക് ഈ പള്ളാത്തുരുത്തിയിലും അതേപോലെ പുന്നമടയിലും ഒക്കെ നമുക്കൊന്ന് സഞ്ചരിക്കാം. രാവിലെ നാളത്തെ വാർത്താപ്രഭാത പരിപാടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ജലമേള നടക്കുന്ന ഇടത്തു നിന്നായിരിക്കും. തത്സമയ കാഴ്ചകളുടെ മനോഹരമായ കാഴ്ചകളാണ്. പുന്നമടയിലാണെങ്കിലും എവിടെ നിങ്ങൾ ഫ്രെയിം വെച്ചാലും നമ്മൾ നസീറിന്റെ കാര്യം പറയുന്ന പോലെയാണ്, അത്ര സുന്ദരമായിരിക്കും. ഏത് ആംഗിളിൽ നിങ്ങൾ നസീറിന്റെ ഫോട്ടോ എടുത്ത് നോക്കിയോ, സുന്ദരനാണ് എന്ന് പറയുന്നത് പോലെയാണ് പുന്നമടക്കായലിന്റെ സൗന്ദര്യം. അപ്പോൾ പുന്നമടക്കായലിന്റെ സൗന്ദര്യം പൂർണ്ണമായും ഒപ്പിയെടുത്ത് പ്രേക്ഷകർക്ക് എത്തിക്കും. റിപ്പോർട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ തുടരുക. വള്ളംകളി നാളെ ഗംഭീരമാക്കാം, കളറാക്കാം.